കേരളത്തിലെ പ്രാചീനോത്സവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് പൂരക്കളി. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാനിപ്പോൾ നിൽക്കുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഒരു വേദിയിലാണ്. ഇവിടെ പൂരക്കളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പ്രധാന ടീമിനെ തന്നെയാണ്. കരുവള്ളൂർ GHSലെ കുട്ടികളെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വർഷങ്ങളായി ഈ പൂരക്കളി സംസ്ഥാന കലോത്സവത്തിൽ തുടങ്ങിയ നാൾ മുതൽ 1ാം പട്ടം കരസ്ഥമാക്കുന്ന ടീമാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ, പൂരക്കളി എന്താണെന്ന് അറിയാം, അതിന്റെ കൂടുതൽ അനുഷ്ഠാനങ്ങൾ എന്തൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമ്മുടെ ഇപ്പോൾ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ കുട്ടികൾക്ക് വലിയ പരിശീലനം ആവശ്യമില്ല. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പരിശീലനം നേടിയ കുട്ടികളാണ്. വിവിധ ക്ഷേത്രങ്ങളിലും കാവുകളിലൊക്കെ പരിശീലിക്കുന്ന കുട്ടികളാണ്. നേരെ മറിച്ച് നമ്മുടെ ഇവിടെ ഈ ഇങ്ങോട്ടുള്ള ജില്ലകളിൽ വരുന്ന സമയത്ത്, തെക്കൻ ജില്ലകളിൽ വരുന്ന സമയത്ത് വളരെ കൃത്യതയോടെ ചിട്ടയായ പരിശീലനം അത്യാവശ്യമാണ്. അതെന്ന് വെച്ചാൽ നല്ല മെയ്വഴക്കം ആവശ്യമുള്ള ഒരു കലാരൂപമായതുകൊണ്ട് തന്നെ ദീർഘകാലത്തെ പരിശീലനത്തിലൂടെയാണ് നമ്മളൊരു 3-4 മാസങ്ങൾക്ക് മുന്നേ തന്നെയാണ് ഇതിൻ്റെ പരിശീലനം ആരംഭിക്കുന്നത്. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ശരിയായ രീതിയിലുള്ള പൂരക്കളി ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ പരമാവധി ശ്രമിച്ചു. വിധി വരുന്നത് നമ്മൾ കാത്തിരിക്കും. വണ്ടിയിൽ വന്നതിൻ്റെ ക്ഷീണം നല്ലോണം അനുഭവപ്പെട്ടു. നിങ്ങളുടെ ടീച്ചേഴ്സും സ്കൂളിലെ നിങ്ങളുടെ പേരൻസും ഒക്കെ എന്ത് പറയുന്നു? അവർ തരുന്നൊരു സപ്പോർട്ട് എങ്ങനെയുണ്ട് ഈ പരിപാടിക്ക്? അവർ തരുന്ന സപ്പോർട്ട് അത് നമ്മളെല്ലാം. തീർച്ചയായും ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ്. ഞങ്ങൾ കണ്ണൂർ ജില്ലയിലെ AV സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂരക്കളി ടീമിൻ്റെ പാരൻസും ടീച്ചേഴ്സുമാണ്. ഞങ്ങൾക്ക് വർഷങ്ങളായി കരുവള്ളൂർ സ്കൂളാണ് ഈ സംസ്ഥാന കലോത്സവത്തിൽ പൂരക്കളിയിൽ A ഗ്രേഡ്, അതായത് പൂരക്കളി ആരംഭിച്ച കാലം തൊട്ട്, ഈ സംസ്ഥാന കലോത്സവത്തിൽ പൂരക്കളി ആരംഭിച്ച കാലം തൊട്ട് കരുവള്ളൂർ സ്കൂളിന് A ഗ്രേഡാണ്. അപ്പോൾ ഈ വർഷം ചെറിയൊരു വിഷമത്തോടുകൂടിയാണ് ഞങ്ങളിവിടെ വന്നത്, അപ്പീലിലൂടെയാണ് വന്നത്. അപ്പോൾ എങ്കിലും പൊരുതി നേടിയ ഒരു വിജയം തന്നെയാണെന്ന് നമുക്ക് പറയാനുള്ളത്. പക്ഷേ കുട്ടികൾ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. സന്തോഷം തോന്നുന്നുണ്ട്. പരമാവധി എഫേർട്ട് എടുത്തിട്ട് മക്കൾ കളിച്ചിട്ടുണ്ട്. വിജയം കിട്ടുന്നില്ല, പ്രതീക്ഷയിൽ കിട്ടട്ടെ. വളരെ സന്തോഷമുണ്ട്. A ഗ്രേഡ് തന്നെ കിട്ടുന്നു പ്രതീക്ഷിക്കുന്നു. വിനോദ്. കുട്ടികളെ കുറിച്ച് നന്നായി പറയാമെന്ന്. പിന്നെ നമ്മൾ ജില്ലയിലെക്കാട്ടും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ കുട്ടികൾക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, കുത്തക വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഏതായാലും നല്ല രീതിയിൽ തന്നെ കുട്ടികൾ പെർഫോം ചെയ്തിട്ടുണ്ട്. തന്നെ എപ്പോഴും സംസ്ഥാന തലത്തിൽ പൂരക്കളി അരങ്ങേറുമ്പോൾ കരുവള്ളൂരിനെ കുറിച്ച് പറയാം. ഹയർ സെക്കൻഡറി കരുവള്ളൂരിൽ A ഗ്രേഡോടുകൂടി ഇന്നലെ അവസാനിച്ചു. നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്തു. ഒരേ പരിശീലകനാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ വളരെ നല്ല രീതിയിൽ തന്നെ ഊണും ഉറക്കും ഇല്ലാതെ ആ പരിശീലനം നടത്തിയത്. അതുകൊണ്ട് അതിൻ്റെ ഗുണം കുട്ടികൾ കാണിച്ചിട്ടുണ്ട്. എത്ര നാളെടുത്തു ഇത് ഈ രീതിയിലൊന്ന് പരിശീലിച്ച് കിട്ടാൻ? നമ്മൾ സബ് ജില്ലയോട്ടെ പരിശീലിക്കുന്നുണ്ട്. ഇപ്പം ഈ സ്റ്റേറ്റിന് വേണ്ടിയിട്ടും പരിശീലിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 10ാം ക്ലാസ്. അപ്പോൾ ഈ ഇതിൻ്റെ ഒരു 1-2 സ്റ്റെപ്പ് എനിക്ക് കാണിച്ചു തരുമോ? പാടാണോ? ഒരു സിമ്പിൾ സ്റ്റെപ്പ് മതി. ഓക്കെ ഓക്കെ. നാരായണ 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 നരകം വിനോദർവണം കൊണ്ടോനെ വാസുദേവാ കൈതൊഴും വാസുദേവാ കൈതൊഴും താതില്ലോ കൈതൈതാതില്ലോ കൈതൈതാതിന വാസുദേവാ കൈതൊഴുന്നേ അപ്പൊ അടിപൊളി ടീം തന്നെയാണ്. സംസ്ഥാന സ്കൂൾ കായികോത്സവത്തിനെ വ്യത്യസ്തമാക്കുന്നതും ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ തന്നെയാണ്. ക്യാമറമാൻ അഭിലാഷ് ആറിനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, കൈരളി ന്യൂസ്. നാരായണ